ഭഗവത് ചിന്തകളിലൂടെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വല്ലാത്ത അനിർവചനീയമായ ആനന്ദത്തോടു കൂടിയിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ദൂരം ആ ഗ്രാമവഴിയിൽ കൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഭഗവാന്റെ മഹാഭക്തിയായിരുന്ന കർണം സുബ്ബമ്മയുടെ വീടുണ്ടായിരുന്ന സ്ഥലത്തെത്തി. ഇന്നിപ്പോൾ ആ വീടില്ല. ഞാൻ ആദ്യകാലത്ത് പോകുമ്പോഴൊക്കെ ആ വീട് കണ്ടിരുന്നു. അത് വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഇല്ല. ആ സ്ഥലത്ത് ആ ഓർമ്മകളുമായിട്ട് ഞാനിങ്ങനെ നിൽക്കുക. കർണം ലക്ഷ്മി നാരായണ റാവു ആയിരുന്നു പുട്ടപർത്തിയിലെ അധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു സുബ്ബമ്മ. അവർ കുറേ കാലം കുട്ടികളില്ലാതായപ്പോൾ സുബ്ബമ്മയുടെ അനുവാദത്തോടു കൂടി തന്നെ സുബ്ബമ്മ നിർബന്ധിച്ചതാണ് ശരിക്കും മറ്റേ കമലമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഇദ്ദേഹമാണെങ്കിൽ വലിയ കർക്കശക്കാരനാണ്, അധികാരി, ഗൗരവ സ്വഭാവക്കാരനെ, മീശയൊക്കെ വെച്ചിട്ട്. ഇദ്ദേഹത്തിനെ സ്വാമി കളിയാക്കി കവിതകളും പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും പുറമേ ഗൗരവമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്വാമിയോട് ഇഷ്ടമായിരുന്നു ആ സമയത്ത് തന്നെ. അതുകൊണ്ടാണല്ലോ ഭാര്യ ഇതൊക്കെ ചെയ്തപ്പോഴും അദ്ദേഹം അതിനൊന്നും തടയാൻ പോയിട്ടില്ല. പിന്നെ അദ്ദേഹം കാരണമാണ് പാദമന്ദിരം ഉണ്ടായത് തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഉള്ളിൽ ശുദ്ധനായിരുന്നിരിക്കണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ രണ്ട് ഭാര്യമാരും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ വളരെയധികം പരസ്പരം ചേർന്നുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാര്യമാരും ഉണ്ടായിരുന്നത്. നല്ല യോജിപ്പായിരുന്നു. അവരുടെ വീട് ആ കാലത്ത് തന്നെ വലിയൊരു വീടാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ പണിയെടുക്കാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ആ പാദമന്ദിരം എന്ന പഴയ മന്ദിരത്തിലേക്ക് സ്വാമി മാറി താമസിക്കുന്നതിന് മുമ്പ്, ഇവിടേക്ക് വന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, അതിന് മുമ്പ് സ്വാമി സൗകര്യത്തിന് വേണ്ടി സ്വാമിയുടെ വീട്ടിൽ സ്ഥലമൊന്നുമില്ല. അപ്പോൾ അച്ഛന് ചെറിയൊരു ഷോപ്പുണ്ടായിരുന്നു. ആ ഷോപ്പിലായിരുന്നു സ്വാമി ഇരിക്കുന്ന ആൾക്കാർ വരികയൊക്കെ ചെയ്തിരുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴേക്ക് അതൊന്നും സ്ഥലം പോരാതെയായി. പിന്നെ അവിടെ അച്ഛനതത്ര വലിയ ഇഷ്ടമൊന്നുമല്ല ഇങ്ങനെ വരുന്നതും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് സ്വാമി എന്ത് ചെയ്തു, ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ വലിയ അസൗകര്യമുള്ളത് കൊണ്ട് അവിടെ നിൽക്കാനൊന്നും സാധിക്കാത്ത ഭഗവാന് ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് സുബ്ബമ്മ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. സുബ്ബമ്മയ്ക്ക് അന്നേ ഭഗവാൻ ഈശ്വരനാണ് എന്ന ഉറപ്പുണ്ടായിരുന്നു. അവർക്ക് വാത്സല്യത്തിനേക്കാൾ ഉപരിയായിട്ട് ഭഗവാനോട് ഭക്തിയും അതിയായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നത്. അവരതുകൊണ്ട് തന്നെ ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അറിഞ്ഞ് ചെയ്യുക. ഉത്തമ ഭക്തന്മാർ അങ്ങനെയാണെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉത്തമ ഭക്തന്മാരും ഉത്തമ ശിഷ്യന്മാരും ഗുരുവിനും അല്ലെങ്കിൽ ആ ഈശ്വരനും എന്താണ് ആവശ്യം എന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞ് ചെയ്യുക. അതായിരുന്നല്ലോ ഹനുമാൻ്റെയൊക്കെ ഉള്ള യോഗ്യത. ഹനുമാനൊക്കെ അതിനാണല്ലോ പറയുക. അതേമാതിരി മധ്യമമായിട്ടുള്ള ശിഷ്യന്മാർ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അത് ചെയ്യും. അധമന്മാർ പലതും നീട്ടിവെക്കും. അവർ അതിലൊരു മുറി ഭഗവാന് മാത്രമായിട്ട് കൊടുത്തു. അവിടെ ആ ഭജന നടക്കും, അവിടെ ഫോട്ടോ ഒക്കെ വയ്ക്കും. അതിനെ കോറിക റൂം, ഇൻ്റർവ്യൂ റൂം എന്നാണ് അതിനെ വിളിച്ചിരുന്നത് ആ കാലത്തൊക്കെ. അപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ആൾക്കാരൊക്കെ നിറയാൻ തുടങ്ങി. അവരുടെ സൗകര്യങ്ങളൊക്കെ കമലമ്മയും സുബ്ബമ്മയും കൂടി ചെയ്യും. സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഒരു സമയത്തൊക്കെ സദാസമയം 24 മണിക്കൂറും ഈ അരി ആട്ടുന്ന ശബ്ദങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇഡ്ഡലി അങ്ങനത്തെയൊക്കെയാണല്ലോ ആ സമയം ഉണ്ടാവുക. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്നവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഇവരധിക സമയം അടുക്കളയിലായിരിക്കും അത്രേ, ഇത് അരച്ചുകൊണ്ടും സംഗതികൾ ഉണ്ടാക്കിയും കൊണ്ടും. എന്തൊരു ത്യാഗമാണ് അവർ ചെയ്തതെന്ന്. അതിനവർക്ക് മോക്ഷമാണ് കിട്ടിയത്. ആ ത്യാഗത്തിന്, ആ വിശ്വാസത്തിന്, ആ മഹാഭക്തിക്ക് അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ആൻഡ് ഡിവോഷൻ എന്നൊക്കെ പറയും നമ്മൾ, നിരതിശയമായ ഭക്തി. അതിൻ്റെ ഫലം എന്തായിരുന്നു? ആ ജീവിത സമയത്ത് തന്നെ, ഈ ജന്മത്തിൽ തന്നെ മുക്തിഭാവത്തിലേക്ക് എത്താൻ സാധിക്കുക. പറയുമ്പോൾ വേറെ പഠിപ്പൊന്നുമില്ല, വെറും ഭഗവാനുള്ള ഭക്തി മാത്രം. അവർ പഠിക്കുക, ജ്ഞാനം കേട്ട് ഒന്നും ഉണ്ടായി, അതിനൊന്നും ശ്രമിച്ചിട്ടുമില്ല. അവർ വെറും സേവ മാത്രം. ഭഗവാൻ ആവശ്യമുള്ളതും ഭഗവാന്റെ ഭക്തന്മാർക്കും സേവ ചെയ്തുകൊണ്ടിരിക്കുക. പൂർണ്ണമായിട്ടുള്ള സമയം ഭഗവാന് ഈശ്വരനാണെന്നുള്ള എല്ലാവരും എതിർക്കുമ്പോഴും അവർക്ക് ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു ഈ കാര്യത്തിൽ. ഉള്ളിൻ്റെ ഉള്ളിൽ അധികാരിക്കും ഇങ്ങനെയൊക്കെ നടക്കണതിനൊന്നും ഇഷ്ടമല്ല. കുറച്ചൊക്കെ ഒരു സാധാരണ രീതിയിലൊക്കെ ആവാം, അതിൽ കവിഞ്ഞ രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനൊക്കെ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ വകവച്ചില്ല. അവർ വകവയ്ക്കാതെ ഇരുന്ന സൗകര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ
ചില സമയങ്ങളിൽ ഈ ഭക്ഷണം തികയില്ല. എത്രയപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭക്ഷണം തികയാതെ ആവുന്ന സമയത്ത് സ്വാമിയെ വിളിക്കും. അപ്പോൾ സ്വാമി വന്നിട്ട് സ്വാമിയുടെ നാളികേരം ഉടയ്ക്കുന്ന സംഗതി ഉണ്ടല്ലോ, എത്ര നാളികേരം വേണമെങ്കിലും ഒറ്റയടിക്ക് ഒരടി അടിക്കുമ്പോഴേക്ക് അത് പൊട്ടുക, നമ്മളൊക്കെ എത്രയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നാളികേരം ഉടച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം എത്ര ആളുണ്ട് അത്ര ആൾക്ക് തികയും. അങ്ങനെ ആ ഭക്ഷണം ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ സ്വാമി വന്നിട്ട്, സ്വാമി അറിഞ്ഞുകൊണ്ട് വരുന്നതാണ് പറയണത്, സ്വാമിക്ക് മനസ്സിലാവും തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാമി ഓടി വന്ന് അടുക്കളയിലേക്ക് വന്നിട്ട് അത് ചെയ്തിട്ട് പോകൂത്രേ. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ അധികാരിക്ക് 2 കല്യാണം കഴിച്ചു, കുട്ടികളില്ല. അപ്പോൾ അവർ ബ്രാഹ്മണന്മാരാണ്. ബ്രാഹ്മണന്മാർക്കൊരു ആൺകുട്ടി ഇല്ലെങ്കിൽ വലിയ പരിഭ്രമമാണ് ആ കാലങ്ങളിലൊക്കെ. കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശേഷക്രിയകൾ ചെയ്യാൻ ഒരു പുത്രനില്ലെങ്കിൽ അവർ നരകത്ത് പോകുന്ന. അപ്പോൾ പുന്നാകം എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനെയാണ് പുത്രനെന്ന് പറയുക. പുത്രൻ്റെ വാക്യം അങ്ങനെ അത്ര വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വിഷമം, എനിക്കൊരു കുട്ടിയില്ലല്ലോ. ആ ഭഗവാൻ ഒരു ദിവസം പറഞ്ഞു അത്രേ, നിങ്ങൾ ഈ ഫാമിലി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ ഒരു ക്രിയ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്നും തടസ്സാവില്ല, ആധ്യാത്മികതയ്ക്ക് എല്ലാം നിങ്ങൾക്ക് ഞാൻ ശരിയാക്കി തരും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സുബ്ബമ്മയ്ക്കാണെങ്കിൽ ഭഗവാൻ സ്വപുത്രൻ്റെ മാതിരി തന്നെ, വേറെ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പുത്രവാത്സല്യത്തെക്കാളും അധികം അവർക്ക് ഭഗവാനെ ബഹുമാനവും ആരാധനയായിരുന്നു ഉണ്ടായിരുന്നു. ഈശ്വരനാന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കണ്ടിരുന്നത് എന്നർത്ഥം. അപ്പോൾ സുബ്ബമ്മയുടെ വീട്ടിൽ വലിയ തിരക്കായി തുടങ്ങി. കുറച്ച് സമയം ആകുമ്പോഴേക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കണ്ടമാനം ആൾക്കാർ വരാൻ തുടങ്ങി. അന്നും സ്വാമിയെ എതിർക്കുന്ന ആൾക്കാർ പുട്ടപർത്തിയിൽ അന്നും ഉണ്ട്, ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല എന്ന് പറയണവർ. അപ്പോഴാണെങ്കിലോ ജാതി ചിന്ത വളരെയധികം ഉള്ളൊരു കാലഘട്ടം. ബ്രാഹ്മണന്മാരുടെ അവിടെ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരൊന്നും വീട്ടിനകത്ത് കിടക്കാൻ പാടില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷത്രിയൻ സദാസമയം ബ്രാഹ്മണൻ്റെ വീട്ടിൽ, ഈ വിമർശിക്കുന്നവർക്ക് ഇതൊക്കെ കിട്ടിയാൽ മതിയല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അവരത് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുക. അതേമാതിരി ഇവർ പറയാൻ തുടങ്ങി, ഇത് ശരിയായിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല, ഇത് പാടില്ല പറഞ്ഞു. സുബ്ബമ്മ പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും പറയും, നിങ്ങൾ എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സാക്ഷാൽ ഈശ്വരനെയാണ് എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത്. പക്ഷേ കേട്ട സ്വാമിക്ക് വിഷമായി, ഞാൻ ഇരിക്കുന്ന ഇങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ഇവരിങ്ങനെ പറയണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കണില്ല, വേറെവിടേക്കും പോവാ പറഞ്ഞപ്പോൾ അവരുടെ തന്നെ സ്ഥലത്ത് ഒരു ചെറിയ ഒരു കുടിലുമാതിരി ഉണ്ടാക്കി കൊടുത്തു, സ്വാമിക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ, സ്വാമിക്ക് മാത്രമായിട്ട്. അവിടുന്നും ഇവർ പല ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ സ്വാമി അവിടെ നിന്നൊക്കെ വിട്ടുപോവുക, ആ സ്ഥലത്തു നിന്നൊക്കെ പോയിട്ട് ഒരു ഗുഹയിൽ പോയി താമസിക്കുക. ആദ്യകാലങ്ങളിൽ ആരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ കണ്ടു ഇങ്ങനെ ഗുഹയിൽ. എങ്ങനെയാണ് അവിടെ നിന്നത്, എവിടുന്നാണ് ഭക്ഷണം കിട്ടിയത് ഒന്നും നമുക്കറിയില്ല. കാരണം സ്വാമി എപ്പോഴും പറയുമല്ലോ, എൻ്റെ കൂടെ ഒരാളുണ്ട്, അദ്ദേഹം വന്നിട്ട് എനിക്ക് ഭക്ഷണം തന്നു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഗ്രാമദേവത എനിക്ക് ഭക്ഷണം തന്നു എന്നൊക്കെ പറയലുണ്ട്. അതുമാതിരിയായിരിക്കും ഭഗവാനല്ലേ. ഭഗവാൻ എന്താ ഈ പഞ്ചഭൂതങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഇവിടെ സകല ചരാചരങ്ങളിലേക്കും അതിനെ വ്യാപിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാം നടത്തുന്ന ഭഗവാന് എന്താ പ്രയാസം, ഭക്ഷണത്തിന് എന്താ പ്രയാസം? ഒന്നിനും ഭഗവാന് മുട്ടുണ്ടാവില്ലല്ലോ. ഭഗവാന് വേണമെങ്കിൽ അനി ഭക്ഷണം എന്തിനാണ് ഭഗവാന്? പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച ആൾക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ സ്വാമി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇരുന്നത്, ഇത്ര ദിവസം കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വാമിയുടെ അടുത്തേക്ക് പോകാൻ എല്ലാ സൗത്ത് ഇന്ത്യൻ പലഹാരങ്ങളും, ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ്, ഊത്തപ്പം ഇതെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ അപ്പോൾ ഇതെല്ലാം എങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ നോക്കണം അവരുടെ ഭക്തി എത്രത്തോളമായിരിക്കുമെന്ന്. അവർ പറഞ്ഞു, സ്വാമി ഇപ്പോൾ ഞാൻ സ്വാമിക്ക് ഇഡ്ഡലി തരാം വെച്ചപ്പോൾ സ്വാമി പറയാം, എനിക്കിപ്പോൾ ഇഡ്ഡലി അത്ര ഇഷ്ടമില്ല കേട്ടോ, ദോശയാണെങ്കിൽ അതിന്. അങ്ങനെയാണെങ്കിൽ ഇതാ ദോശ റെഡി. നീ ദോശ കൊടുക്കുന്ന സമയത്ത് സ്വാമി പറയാം, ഇന്ന് എനിക്ക് ഉപ്പുമാവ് കിട്ടിയ തരക്കേടുണ്ടായിരുന്നില്ല തോന്നി, എന്നാൽ അതാ ഉപ്പുമാവ് റെഡി. അപ്പോൾ ഞാൻ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്കെന്താ പ്രയാസം? ഭഗവാന് വേണ്ടിയിട്ടല്ലേ, എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടേ ആയിട്ട് തോന്നുന്നില്ല
ഞാനിതാ ഭഗവാൻ അതുകൊണ്ട് എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അത് സുബ്ബമ്മയിൽ കൂടെ എന്താണ് അനന്യമായ ഭക്തി? അനന്യശ്ചിന്തയന്തോമാം യേ ജനാം പര്യുപാസതി തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നല്ലേ ഗീത പറഞ്ഞിരിക്കുന്നത്. സുബ്ബമ്മയിൽ കൂടി ഭക്തി വൈരാഗ്യങ്ങളും അനന്യഭക്തിയും എങ്ങനെയായിരിക്കണമെന്ന് മാതൃകയായിട്ട് ഭഗവാൻ ലോകരെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അനന്യഭക്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടദേവനിൽ മാത്രം താല്പര്യം, അതല്ലാത്ത എല്ലാറ്റിനോടും വൈരാഗ്യം. ആ അവസ്ഥയാകുമ്പോഴാണ് എല്ലാം തൻ്റെ ഇഷ്ടദേവനിൽ സമർപ്പിച്ചിട്ട് തനിക്കായിട്ടൊന്നും വേണ്ട, സ്വാർത്ഥത തീരെയില്ലാതെ എല്ലാം ഇഷ്ടദേവന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. അതാ അനന്യഭക്തി എന്ന് പറഞ്ഞാൽ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ തിരുമല റാവു എന്ന ആൾ ഭഗവാൻ ഉടനെ തന്നെ ഭഗവാന്റെ വിരൽ ആ ചുണ്ടുകൾക്കിടയിലേക്ക് വെച്ചിട്ട് അതിൽ കൂടെ ഗംഗാജലം സൃഷ്ടിച്ചിട്ട് ഈ പൂങ്കാവനം മാതിരത്തെ തപോവനം കാണാം. ആ തപോവനത്തിൽ ഒരു അശ്വത്ഥ വൃക്ഷം ഭഗവാൻ പിന്നെ എന്നിട്ട് സ്വാമി പറഞ്ഞു, അന്ന് ഇങ്ങനത്തെ ഒരു ബോധിവൃക്ഷത്തിൻ്റെ അടിയിലിരുന്നിട്ടാണ്